യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിറകിൽ കേട്ടു. യോഹന്നാൻ വലിയൊരു ശബ്ദമാണ് കേട്ടത്. എന്തൊരു അത്ഭുതം! എന്താ ഈ കേൾക്കുന്നത്? പിടികിട്ടില്ല. വലിയൊരു ശബ്ദം, കാഹളത്തിനകത്തൊരു മഹാനാദം പിറകിൽ കേട്ടു. ഞാൻ പറയുന്നത്, നീ കേൾക്കുന്നത്, നീ എഴുതിയിട്ട് 7 സഭ, ആസിയയിലെ 7 സഭകൾക്ക് നീ അയക്കുക എന്ന ഒരു ശബ്ദമാണ് കേട്ടത്. ഏകാഗിയായ യോഹന്നാൻ ശ്ലീഹ ഓർത്തു, അപ്പോൾ ആരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? ആത്മവിവശത കിട്ടി, പക്ഷെ ആരാണ് സംസാരിക്കുന്നത്? നീ എഴുതുക എന്നൊരു ശബ്ദം കേട്ടു. ഒന്നാമത് സംഭവിക്കുന്നത്, ഏകാന്തതയിൽ സംഭവിക്കുന്നത്, ശബ്ദം കേൾക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുന്നു. നിങ്ങൾ ആരെല്ലാം ഏകാന്തതയുടെ ദുരിതത്തിൽ വലയുന്നുണ്ടോ, കേൾക്കൂ നിങ്ങൾ ക്രിസ്തുവിൻ്റെ വചനം. നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ളതായ പ്രയാസത്തിൽ മനസ്സ് മുട്ടി വിഷമിച്ച് കഴിയുന്നുണ്ടോ, നിങ്ങൾ വചനം കേൾക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾക്കൊരു സ്വർഗീയമായ ശബ്ദം കേൾക്കാൻ സാധിക്കും. വചനം കേൾക്കുക. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനമാണ്. ഒരു മനുഷ്യൻ്റെ ആലോചനയല്ല നിങ്ങൾ കേൾക്കുന്നത്. ഒരു മനുഷ്യൻ പഠിച്ചു വെച്ച് പറയുന്ന വാക്കുകളല്ല ഈ കേൾക്കുന്നത്. സ്വർഗീയമായ രാജകീയമായ അനുഗ്രഹത്തിൻ്റെ നിതാന്ത വിധാതാവായ നിത്യനായ ദൈവത്തിൻ്റെ ആലോചനകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സ്തോത്രം! സാരമില്ലാത്തതല്ല, നിസ്സാരമല്ല, വിലയേറിയതാണ്. ശബ്ദം കേട്ടു. ഒന്നാമത് വചനം കേട്ടു. ഏകാന്തത മാറണമെങ്കിൽ, മനസ്സിലെ ഏകാന്തത മാറണമെങ്കിൽ, മനസ്സിൽ ദുഃഖം മാറണമെങ്കിൽ, മനസ്സിലെ ആകുലങ്ങളും സങ്കടങ്ങളും മാറണമെങ്കിൽ, വിഷാദ വിവശമായ ഹൃദയത്തിൻ്റെ ഉരുക്കം മാറണമെങ്കിൽ ഒരു വഴിയുള്ളൂ, വചനം കേൾക്കുക. ധാരാളമായി വചനം കേൾക്കുക. ഈ വചനം വായിക്കുക. ദ ഹോളി ബൈബിൾ, വിശുദ്ധ വേദപുസ്തകം വായിക്കുക. അതിനകത്തുള്ള വചനം വായിക്കുക. വചനം വായിച്ച് ധ്യാനിക്കുക. വചനം അർത്ഥം അറിഞ്ഞ് വായിക്കുക. ദൈവത്തിന് സ്തോത്രം. വചനം കേട്ടു. രണ്ടാമത്തെ കാര്യം, തിരിയണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് വചനം കേൾക്കുമ്പോൾ ഒരു തിരിവ് തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. മനം തിരിവ്, മാനസാന്തരം, മനപരിവർത്തനം. മനസ്സിൽ നിങ്ങളൊന്ന് തിരിയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നേരെ പടിഞ്ഞാറോട്ട് പോകുന്ന മനുഷ്യൻ നേരെ തിരിഞ്ഞ് കിഴക്കോട്ട് നടക്കാൻ കർത്താവ് കാണിച്ചു തരുന്നു. ദൈവത്തിന് സ്തോത്രം. നാശത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ വയ്യെങ്കിൽ കർത്താവിനറിയാം. ഇന്നത്തെ ഈ പോക്ക് പോയാൽ നിത്യ അന്ധകാരത്തിലേക്ക് പോകുന്ന കർത്താവിനറിയാം. ഇന്നത്തെ ഈ രീതിയിൽ നിങ്ങൾ ജീവിച്ചാൽ ഒരിക്കലും തീരാത്ത ക്രൂരമായ, തീവ്രമായ, അതിഭയങ്കരമായ വലിയ ദുരന്തത്തിലേക്ക് നിങ്ങൾ പോകുന്ന കർത്താവിനറിയാം. വലിയ പീഡയിലേക്ക് നിങ്ങൾ നീങ്ങുന്ന കർത്താവിനറിയാം.
നരകത്തിൻ്റെ ഭീകര ദുരിതത്തിലേക്കാണ് പോകുന്നത് കർത്താവ് അറിയാം. ചാകാത്ത മുഴുവൻ കെടാത്ത തെയ്യമുള്ള നരകത്തിൻ്റെ ഭീകരാഗ്നിയിലേക്ക് നിങ്ങൾ പോകുന്നതിന് മുൻപ് ഈ വചനം കേൾക്കൂ, നിങ്ങൾ തിരിയൂ. വചനം കേൾക്കണം, വചനം കേട്ട് തിരിയണം, വചനം കേട്ട് തിരിയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏതെങ്കിലും കൂട്ടായ്മയിലേക്ക് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ കൂട്ടായ്മയിലേക്കും വരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തിരിവ് വരണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലൊരു മനം തിരിവ് വരണം, ജീവിതത്തിലൊരു മാറ്റം വരണം. തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാളേക്ക് മാറ്റി വയ്ക്കാതെ ഇന്ന് നിങ്ങൾക്ക് തിരിയാം, ഇന്ന് തിരിയാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തമായ കാതലായ ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാം യേശുവിനോട്. കർത്താവേ, ഇത്രയും കാലം ഞാൻ നിങ്ങളിലേക്ക് തിരിഞ്ഞില്ലായിരുന്നു. ഇത്രയും കാലം ഞാൻ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇത്രയും കാലം ലോക പ്രതാപത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇത്രയും കാലം ഭൗതിക സുഖങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഇത്രയും കാലം ചില വെറുക്കൂത്തുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കർത്താവ്, ഇത്രയും കാലം ഞാൻ പാപത്തിൽ രസിച്ചിരുന്നു. ഇത്രയും കാലം പല തെറ്റുകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഞാൻ ഗൗനിച്ചില്ലായിരുന്നു. അനേകം നല്ല നല്ല ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരുന്നെങ്കിൽ അതൊന്നും കേൾക്കാൻ എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല, അതൊന്നും സ്വീകരിക്കാൻ സമ്മതം ഉണ്ടായിരുന്നില്ല, അത് അംഗീകരിച്ചിട്ടുമില്ല. നല്ല നല്ല ഉപദേശങ്ങളും പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും എൻ്റെ ഹൃദയത്തെ തട്ടിയില്ല. എന്നാൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിർണായകമായ ഒരു സുദിനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു നിർണായക സുദിനം. സ്തോത്രം. വചനം കേൾക്കുക, രണ്ടാമത്തെ തിരിയുക. തിരിഞ്ഞു, കേട്ടു, തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ തിരിയുന്നൊരു ദിവസമായിരിക്കണം. ഇതുവരെ പോയിക്കൊണ്ടിരുന്ന പാതയിൽ നിങ്ങൾ നേരെ തിരിയണം. പാപത്തിൽ നേരെ തിരിയണം, തിന്മകളിൽ നേരെ തിരിയണം, അശുദ്ധ കൂട്ടുകെട്ടുകളിൽ തിരിയണം. അശുദ്ധമായ കൂട്ടുകെട്ടുകൾ, അനേകം പേര് നശിക്കുന്നത് ചീത്ത കൂട്ടുകെട്ടിലാണ്. നല്ല ഒന്നാം തരം സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാർ പഠിക്കാനായി വീട്ടിൽ നിന്ന് അകലെ പാർക്കുമ്പോൾ അവർ കൂട്ടുകെട്ടിൽ പോയി നശിക്കുന്നു. കൂട്ടുകെട്ടുകൾ, ചില പെൺകുട്ടികൾ ചില ഫ്രണ്ട്ഷിപ്പിൻ്റെ പിറകെ പോയി നശിക്കുന്നു. ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത്, കേട്ടാൽ നല്ല ഇമ്പമുള്ള വാക്കാണ് ഫ്രണ്ട്ഷിപ്പ്. കുഴപ്പമില്ലല്ലോ, സൗഹൃദം. പക്ഷേ അത് മാരകമായി വിഷമുള്ളതാണെന്ന് പലരും അറിയുന്നില്ല. അത് വിവരമുള്ളവർ പറഞ്ഞാലോട്ട് കേൾക്കുന്നുമില്ല. അനേകരും നശിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ നശിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മകളെ, നീ തിരിയുക, തിരിയണം, വ്യക്തമായി തിരിയണം. ഇതൊക്കെ കേട്ടാലും ഒരു തരിമ്പും കൂസലില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അല്പം പോലും ഇല്ല, കൂസലില്ല. അനേകമനെ അനുഭവങ്ങളെ വിളിച്ചതല്ല ഞാൻ ഈ പറയുന്നത്. അനേകർ അനുഭവിക്കുന്ന യാതനകൾ കേട്ടതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഈ പ്രേമക്കുരുക്കളിൽ ആരും പെട്ടുപോകരുത്. ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, മക്കളെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ നിങ്ങൾക്ക് ആഗ്രഹം വരുമ്പോൾ ഓർത്തോളണം, അതിൽ അപകടം പതിയിരിപ്പുണ്ട്. മനുഷ്യൻ സ്വാഭാവികമായും സെക്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിക്റ്റുണ്ട്, ഒരു ജന്മവാസനയുണ്ട്, ലൈംഗിക വാസനയുണ്ട്. അത് ഏത് മനുഷ്യനുണ്ട്, ആരോഗ്യമുള്ള ഏത് മനുഷ്യനുണ്ട്. പക്ഷേ മോളെ നീ ഒരു കാര്യം ചെയ്യണം. നിൻ്റെ ഉള്ളത്തിൽ, നിൻ്റെ ശരീരത്തിലുള്ളതായ ആ ഇൻസ്റ്റിങ്ക്റ്റീവ് ടെൻഡൻസി നീ അത് ഒരു സമയം വരെ നീ കൺട്രോൾ ചെയ്യണം, അത് നീ നിയന്ത്രിക്കണം. അത് നീ പ്രായപൂർത്തിയായി, നിനക്ക് പഠിത്തം കിട്ടി, നിനക്ക് ജോലി കിട്ടി, വരുമാനമുണ്ടായി, നിൻ്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി വിവാഹം ആലോചിച്ചുകൊള്ളും, കുഴപ്പമില്ല. ആ വിവാഹം നിൻ്റെ അനുഭവത്തോട് മാത്രമേ നടക്കുകയുള്ളൂ, കുഴപ്പമില്ല. അതിന് മുൻപ് നീ ഇപ്പോഴേ ഈ പഠിക്കുന്ന കാലത്ത് നീ ഈ പ്രേമത്തിൻ്റെ പിറകെ പോയാൽ കുഞ്ഞെ നീ നശിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേഗം തിരിഞ്ഞുകൊള്ളുക, തിരിയുക. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നോക്കൂ, തിരിയണം, തിരിയണം. തിരിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? തിരിയാനുള്ള ആഗ്രഹം വന്നാൽ അവൻ നിങ്ങളെ വാരി പുണരും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ആലിംഗനം ചെയ്യും, അവൻ നിങ്ങളെ ചേർത്തണയ്ക്കും. അവൻ്റെ തിരുമാറോട്, ആ കുന്തത്താൽ കൊത്തി തുറക്കപ്പെട്ട ആ തിരുമാറോട് തണച്ചിട്ട് അവൻ്റെ തിരുവിലാവിൽ ഒഴുകുന്നതായ ചോരയും നീരും നിങ്ങളെ തൊടുമ്പോൾ പാപങ്ങളെല്ലാം കഴുകപ്പെടും. ഇതുവരെ വന്ന സകല പാപങ്ങളും കഴുകപ്പെടും. ചീട്ടുകൾ സംഘങ്ങളിൽ പോയിരിക്കരുത്. ചീട്ട് കളിക്കുന്നില്ല, പക്ഷേ ചീട്ടുകൾ സംഘങ്ങളിൽ പോയിരിക്കരുത്. മദ്യപിക്കുന്നില്ല, പക്ഷേ മദ്യപാനികളുടെ കൂടെ നടക്കരുത്, അവരുടെ ചർച്ചകളിൽ പങ്കെടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. തിരിയണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കാൻ തുടങ്ങിയാൽ അനേകം കാര്യങ്ങളുണ്ട്. ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തിരിയാൻ മനസ്സ് വരുമോ? എങ്കിൽ നിങ്ങൾ ഭാഗ്യശാലികളാണ്. തിരിഞ്ഞ് കരഞ്ഞാൽ കർത്താവ് സ്വീകരിക്കും. ധൂർത്തപുത്രൻ പോയി, അവൻ തിരിഞ്ഞു, അവൻ കരഞ്ഞു. സ്തോത്രം. തിരിയണം, കരയണം. കർത്താവേ, തെറ്റ് പറ്റിപ്പോയല്ലോ, ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ലായിരുന്നല്ലോ. സ്വാതന്ത്ര്യം കിട്ടുമെന്നല്ലേ ഞാൻ ചിന്തിച്ചുള്ളൂ. എൻ്റെ വീട്ടിൽ സ്വാതന്ത്ര്യം പോരാ, അതുകൊണ്ട് ഞാൻ എനിക്കുള്ള സ്വത്തെല്ലാം മേടിച്ചിട്ട് ഞാൻ പോയി എന്നല്ലേ ഉള്ളൂ. വേറെ തെറ്റൊന്നുമില്ലല്ലോ.
മോനെ നിനക്ക് അങ്ങനെ തെറ്റില്ലെന്നാണ് നിനക്ക് തോന്നുന്നത്. നീ പോകുന്നത് ഓരോ ചുവടും നീ വയ്ക്കുന്നത് അപകടത്തിൻ്റെ പടുകുഴിയിലേക്കാണ്. ഓരോ സ്റ്റെപ്പും നീ അപകടത്തിൻ്റെ അനർത്ഥത്തിൻ്റെ പടുകുഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് കയ്യിൽ പൈസ ഉണ്ടെന്ന് കണ്ടപ്പോൾ കൂട്ടുകാർ കൂടുന്നു. മോളെ നിനക്ക് നല്ല ആരോഗ്യമുണ്ട് കാണുമ്പോൾ കൂട്ടുകാർ കൂടും. മോനെ നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, സൗന്ദര്യം ഉണ്ടെന്ന് കാണുമ്പോൾ പലരും കൂടും. അതെല്ലാം അപകടമാണ്. കൂട്ടുകാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. കൂട്ടുകെട്ടാണ് അനേകം ചെറുപ്പക്കാരെ നശിപ്പിക്കുന്നത്. യഥാർത്ഥമായ ഒരു മനംതിരിവാണെങ്കിൽ പിന്നെ പഴയ കൂട്ടുകാർ അടുക്കലേക്ക് വരികയില്ല, അവർക്ക് അടുക്കാൻ പറ്റുകയില്ല. യഥാർത്ഥമായ മനംതിരിവ്, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തൊട്ടുള്ളതായ മനംതിരിവ്, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീ തൊട്ടുള്ളതായ മനംതിരിവ്, അത് വന്നാൽ അവിടെ പിന്നെ പിശാച് അടുക്കുകയില്ല. ദുഷ്ട പരീക്ഷകൾ നിങ്ങൾ വിട്ടുമാറും. ദൈവത്തിന് സ്തോത്രം. തിരിയുക. വചനം കേട്ടു, തിരിഞ്ഞു. സ്തോത്രം. മൂന്നാമത്തെ കാര്യം എന്താണ്? തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. തിരിഞ്ഞപ്പോൾ കണ്ടു. ഹല്ലേലൂയ. ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച കണ്ടു. ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച. തിരിഞ്ഞാൽ അഭൂതപൂർവമായ കാഴ്ചകൾ കാണും. ശരിയായി തിരിഞ്ഞാൽ നാളെ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില അനുഗ്രഹ സവിശേഷതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ. ദൈവത്തിന് സ്തോത്രം. വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും തിരിഞ്ഞാൽ. തിരിഞ്ഞപ്പോൾ കണ്ടു. ദൈവത്തിന് സ്തോത്രം. എന്താണ്? മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, 7 പൊൻ നക്ഷത്രങ്ങളുടെ നടുവിൽ നടക്കുന്നവൻ. സ്തോത്രം. എങ്ങനെയാണത്? തേജോമയനായ യേശുവിനെ കണ്ടു. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെ കണ്ടു. തിരിഞ്ഞപ്പോൾ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചൂട്ട് പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ എരച്ചിൽ പോലെയുമായിരുന്നു. കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശമായ കാല്, ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശം കാല്. തേജോമയനായ യേശുവിനെ കണ്ടു. മാറത്ത് കുന്തം കൊണ്ട് കുത്തി പിളർന്ന്, കൈകാലുകൾ തുളഞ്ഞ്, മുഖത്ത് തുപ്പലേറ്റ്, കണ്ണ് തടിയേറ്റ്, ഒഴുകാല് പോലെ കീറി കടന്നുപോയ യേശു ഇപ്പോൾ ഇതാ കാണുന്നത് തേജോമയനായിട്ടാണ്, അധികാരമുള്ളവനായിട്ടാണ്. നിത്യദൈവപുത്രൻ തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ടു. സ്തോത്രം. യോഹന്നാസ്ലേഹിക്ക് യേശുവിനെ ആ രീതിയിൽ കണ്ട ഓർമ്മയില്ല. കാരണം യേശുവിനെ കാണുമ്പോഴെല്ലാം യേശു ഒരു സാധാരണക്കാരനെ പോലെ കണ്ടത്. കിടപ്പാടം സ്വന്തമായിട്ടില്ല. ഒലിവുമലയുടെ ആ ചെരിയിലുള്ള ഒരു ഗുഹയ്ക്കകത്ത് പാറയിൽ തലവെച്ചാൽ കിടന്ന് ഉറങ്ങാറുള്ളത്. എന്നും യാത്രയാണ്. കഫർനഹൂമിൽ പോകും, ബെത്സദയിൽ പോകും, യെരിഹോവിൽ പോകും, യെരൂശലേമിൽ പോകും. വിവിധ സ്ഥലങ്ങളിൽ ഒരു 200 നാഴിക ചുറ്റളവിനുള്ളിൽ പല സ്ഥലങ്ങളിലും കർത്താവ് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സഞ്ചരിച്ചിടത്തെല്ലാം ഭൂതബാധകൾ മാറ്റി, ഭൂതാത്മാക്കളെ മാറ്റി. സഞ്ചരിച്ചിടത്തെല്ലാം രോഗസൗഖ്യം നൽകി. സഞ്ചരിച്ചിടത്തെല്ലാം നിർമ്മല സുവിശേഷം പ്രസംഗിച്ചു. സ്തോത്രം. സഞ്ചരിച്ചിടത്തെല്ലാം വരാനിരിക്കുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. സ്വർഗരാജ്യം ഉണ്ട് എന്ന് ജനത്തിന് പറഞ്ഞു കൊടുത്തു. ഇന്നത്തെ പോക്കിൽ പോയാൽ നിങ്ങൾ നരകാഗ്നിയിലേക്ക് പോകും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അന്ന് ഒരു സാധാരണ മനുഷ്യനായി, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായി, അന്നത്തെ സർക്കാർ ഉപദ്രവിക്കുന്നതിനായി, അന്നത്തെ പള്ളി ഉപദ്രവിക്കുന്നതിനായി, യെരൂശലേം ദേവാലയം പഴിക്കുന്നവൻ ദുഷിക്കുന്നതിനുമായി, യെരൂശലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാരും കശീശന്മാരും ഉപദ്രവിക്കുന്നതിനായി, ഫരീസന്മാരും സദൂക്യരും ഒരുപോലെ കർത്താവിനെ തള്ളിപ്പറയുന്നതിനായി, അങ്ങനെ എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടതിനായി, നിന്ദിക്കപ്പെട്ട്, അപഹസിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട് യേശുക്രിസ്തു, ആ യേശുക്രിസ്തുവിനെയാണ് യോഹന്നാസ്ലീഹ കണ്ടിട്ടുള്ളത്. ഇപ്പോഴിതാ കാണുന്നു, ആ യേശു തേജോമയനായി നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തേജോമയനായി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം കടന്നു ചെല്ലുമ്പോൾ നമ്മളെ എതിരേൽക്കാൻ ഇരുകരവും നീട്ടിക്കൊണ്ട് യേശുനാഥൻ നിൽക്കുന്നത് കാണും. ഇന്ന് കടന്നുപോയ ആ യേശുവിൻ്റെ അരുവുമല്ല, തേജോമയനായ യേശുവിനെ, രാജകിരീടം ചൂടിയവനെ. സ്തോത്രം. 7 പൊൻ നക്ഷത്രങ്ങളുടെ ഇടയിൽ നടക്കുന്നവനെ, 7 പൊൻ നിലവിളക്കുകളുടെ ഇടയിൽ നടക്കുന്നവനെ, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനെ, മാറത്ത് പൊൻകച്ച കെട്ടിയവനെ, ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശമായ കാലുകളോട് കൂടിയവനെ, തേജോമയനായ യേശുവിനെ നാം കാണും. സ്തോത്രം. അന്ന് മോശ ചോദിച്ചു, കർത്താവേ, എനിക്ക് ഒന്ന് നിന്നെ കാണാൻ ആഗ്രഹമുണ്ടല്ലോ, നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ടല്ലോ. നീ പറഞ്ഞതൊക്കെ അനുസരിച്ച് ഞാൻ പുറപ്പെട്ടതല്ലേ, ഞാൻ നിൻ്റെ വാക്കനുസരിച്ചല്ലേ ഞാൻ പുറപ്പെട്ടത്.
ഞാൻ ഈ ജനത്തെ നടത്തി ഇത്രയും കഷ്ടപ്പാടെല്ലാം സഹിച്ചു വന്നതല്ലേ, എനിക്കൊരാശയുണ്ട് നിന്നെ അത് കാണാൻ. കർത്താവ് പറഞ്ഞു, മോശെ നീ പറയുന്ന ഈ ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ അത് സാധ്യമല്ല. എന്നെ കണ്ടാൽ നീ പിന്നെ ഭൂമിയിൽ ജീവനോട്ടിരിക്കില്ല. കാരണം ഞാൻ തീയാണ്, ഞാൻ തേജസ്സാണ്. ആ തേജസ് കണ്ടാൽ പിന്നെ കണ്ണുകാഴ്ച പോകും, നീ പിന്നെ ഭൂമിയിൽ ജീവനോട്ടിരിക്കില്ല. നീ കുറക്കാലം കൊണ്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നീ ഈ ജനത്തെ ഇനിയും നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്തിരി കൂടി കഴിഞ്ഞോട്ടെ. സ്തോത്രം. മോശ പിന്നെ പറഞ്ഞു, കർത്താവ് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ ജീവനുള്ള ദൈവത്തെ എനിക്കിത് കാണണം. എന്നെ ആട് നോക്കുന്ന കൂട്ടത്തിൽ നിന്ന്, ആട് നോക്കുന്ന വേലയിൽ നിന്ന് 40 കൊല്ലം സീനായി മരുഭൂമിയിൽ ആട് നോക്കിക്കൊണ്ടിരുന്ന എന്നെ വിളിച്ച് പുറപ്പെടുവിച്ച് വേല ഫലമേൽപ്പിച്ച എൻ്റെ നാഥൻ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ശരി, ആഗ്രഹം സാധിച്ചു തരാം. പക്ഷെ ഒരു കാര്യം, നീ ഒരു പാറയുടെ പിറകിൽ മറഞ്ഞു നിന്നുകൊള്ളണം. പാറയുടെ പിറകിൽ നേരിട്ട് കാണാൻ പറ്റില്ല. ഞാൻ കടന്നു പോകുമ്പോൾ ഒരു മഹാഘോഷ ശബ്ദം കേൾക്കും, കാണാൻ പറ്റില്ല. കണ്ടാൽ പിന്നെ നീ ജീവനോട്ടിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു ശബ്ദം കേൾക്കും, ഞാൻ ഘോഷിക്കുന്ന ശബ്ദം കേൾക്കും, ആഘോഷിക്കുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ഞാൻ കടന്നുപോയി എന്ന് നീ മനസ്സിലാക്കാം. സ്തോത്രം. മോശ ഒരു പാറയുടെ മറയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുക. അപ്പോഴുണ്ട് വലിയൊരു ശബ്ദം, മഹാഘോഷ ശബ്ദം. സ്വർഗത്തിൻ്റെ ആഘോഷവും സ്വർഗത്തിൻ്റെ ശബ്ദമുഖരിമയും തിളങ്ങുന്ന അത്യന്തം ചേതോമോഹനമായ ഒരു സ്വരം. സ്തോത്രം. അത് കേട്ടപ്പോൾ മോശ ആ മറയിൽ ഒന്നുകൂടി ഒളിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞു. കർത്താവ് കടന്നുപോയി, നിത്യനായ ദൈവം കടന്നുപോയി. മോശ താഴ്വരയിലേക്ക് വന്നപ്പോൾ ആളുകൾക്കാർക്കും മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, മോശയുടെ ശരീരത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? മോശയുടെ ശരീരം തീയായി മാറി. എന്താണ് കാരണം? നിത്യനായ ദൈവത്തെ നേരിട്ട് കണ്ടില്ല, പക്ഷേ അങ്ങ് ഇപ്പുറത്തുകൂടി മറവിൽ കൂടി നോക്കി അവിടെ മറവിൽ മറന്നു നിന്നേ ഉള്ളൂ. അത്രയും അടുത്തുകൂടി ഈ ജീവനുള്ള ദൈവം കടന്നു പോയപ്പോൾ മോശയുടെ ത്വക്ക് പ്രകാശിച്ചു, മോശയുടെ ശരീരം മുഴുവൻ പ്രകാശിച്ചു. നോക്കാൻ പറ്റുന്നില്ല. അയ്യോ ഞങ്ങൾക്ക് വയ്യേ എന്ന് പറഞ്ഞ് ജനങ്ങൾ ഓടി മാറുന്നു, ഞങ്ങൾക്ക് നോക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് ജനങ്ങൾ ഓടി മാറുന്നു. മോശ ഒരു കാര്യം ചെയ്തു, ഒരു മൂടുപടം എടുത്ത് ധരിച്ചു. ആകെ ഒരു മൂടുപടം ധരിച്ചു. എന്നിട്ട് ജനത്തിന് മുമ്പിൽ നിന്നു. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിത്യനായ ദൈവത്തെ കാണുക ഒരു മഹാഭാഗ്യമാണ്. സ്തോത്രം. യോഹന്നാൻ ശ്ലീഹ ആ വേദനയുടെ നടുവിൽ ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടു. വേദനയുടെ നടുവിൽ നിങ്ങൾക്ക് ദുരിതം വരുമ്പോൾ, വേദന വരുമ്പോൾ, നിങ്ങൾക്ക് കഷ്ടത വരുമ്പോൾ, രോഗം വരുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയാസമുണ്ട്, സംശയമില്ല. പക്ഷേ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ആ രോഗത്തിൻ്റെ തീവ്രമായ വേദനയിൽ നിങ്ങൾക്ക് യേശുവിനെ കാണാം. യേശു നിങ്ങളുടെ അരികത്ത് കൂടെ നടക്കുന്നത് കാണാം. യേശുവിൻ്റെ അരികത്ത് വന്നത് നിങ്ങൾക്കറിയാം, അനുഭവിക്കാം. ക്രിസ്തുവിനുള്ള ജീവിതത്തിൽ നിരാശയില്ല, അവിടെ രോഗത്തെക്കുറിച്ചുള്ള പേടിയില്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ യേശുവാണ് നയിക്കുന്നത്, നടത്തുന്നത് ക്രിസ്തുവാണ്. അയ്യോ നാളെ എന്തു വേണ്ട, പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ രൂപയില്ലല്ലോ, പേടിക്കേണ്ട. അയ്യോ മഴക്കാലം വരുന്നു, വെള്ളം ചോരുന്നല്ലോ, കർത്താവേ ഈ വീടൊന്നും നല്ലപോലെ മേഞ്ഞു കിട്ടാൻ എന്താ പോകും വഴി, പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. എന്തായി പറയുന്നത്? യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചു കൊടുത്താൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് നോക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മോനെ, നിൻ്റെ മകളുടെ വിവാഹകാര്യം ദൈവം അന്വേഷിക്കും. മോളെ, നിനക്കൊരു കുഞ്ഞുണ്ടായില്ല എന്നുള്ള നിൻ്റെ വേദന കർത്താവ് ശമിപ്പിക്കുകയും നിനക്കൊരു കുഞ്ഞിനെ തരികയും ചെയ്യും. സ്തോത്രം. ജീവനുള്ള ദൈവം നമ്മുടെ ആവശ്യം അറിയുന്നവനാണ്, ആവശ്യങ്ങൾ സാധിപ്പിച്ച് തരുന്നവനാണ്. എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? നിങ്ങൾ പറയൂ, കർത്താവിനോട് പറയൂ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയൂ, എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? എന്താണ് നിങ്ങളുടെ വേദന വിഷയം? മക്കളെക്കുറിച്ചുള്ള വേദനയാണോ? ഭാര്യയെക്കുറിച്ചുള്ളതായ സങ്കടമാണോ? ഭർത്താവ് നേരത്തെ പോയി എന്നുള്ളതായ വേദനയാണോ? ഒറ്റപ്പെട്ട അനുഭവമാണോ? എന്താണ് നിൻ്റെ പ്രശ്നം? സ്തോത്രം. മാരകമായ ക്യാൻസർ ഒന്നാണോ നീ പറയുന്നത്? എന്താണ് നിൻ്റെ പ്രശ്നം? ഏത് മാരകമായ രോഗമാണെങ്കിലും നിൻ്റെ രോഗത്തെയും മുഴുവനായി ശാസിച്ചകറ്റാൻ മതിയായ നിത്യനായ ദൈവം ജീവിക്കുന്നുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. സ്തോത്രം. ക്രിസ്തുവുമായി ഒരു സജീവ ബന്ധത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ക്രിസ്തുവുമായി സജീവമായ ഒരു ബന്ധത്തിലേക്ക് വരിക, ക്രിസ്തുവുമായി അടുത്തൊരു ബന്ധത്തിലേക്ക് വരിക. വിളിക്കുമ്പോൾ വിളി കേൾക്കുന്നൊരു ക്രിസ്തുവിനെ കിട്ടുക. സ്വർഗത്തിൽ എപ്പോൾ വിളിക്കുമ്പോൾ എന്താ മോനെ എന്ന് ചോദിച്ചുകൊണ്ട്, മോളെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഓടിയിരുന്ന ക്രിസ്തുവിനെ നിങ്ങൾ അറിയുക. ഇതൊന്നും കെട്ടുകഥകളല്ല, ഊഹാപോഹങ്ങളല്ല, ഇതെല്ലാം സജീവ യാഥാർത്ഥ്യങ്ങളാണ്.
നിങ്ങൾക്ക് അനുഭവിക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അനുഭവിക്കാം. എനിക്ക് അനുഭവമില്ലാത്ത കാര്യം ഞാൻ പ്രസംഗിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവം, വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഒരു ദൈവം. സ്തോത്രം. എത്ര നേരം വിളിച്ചാലും മടുപ്പില്ലാതെ നിൻ്റെ അരികത്തിരിക്കുന്ന ദൈവം. എത്ര നേരം നീ സംസാരിക്കാൻ തുടങ്ങിയാലും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും മടുപ്പില്ലാതെ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് നീ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഒരു ജീവനുള്ള ദൈവത്തെ നിങ്ങൾ കാണുക, ദൈവത്തെ നിങ്ങൾ പരിചയപ്പെടുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞപ്പോൾ കണ്ടു തേജോമയനായ യേശുവിനെ കണ്ടു. തേജസ്സണിച്ച ദൈവപുത്രനെ കണ്ടു. മഹത്വത്തിൻ്റെ പ്രശോഭിത കിരീടമാകുന്ന ക്രിസ്തുവിനെ കണ്ടു. സ്വർഗത്തിൻ്റെ അവകാശിയായ ക്രിസ്തുവിനെ കണ്ടു. സ്വർഗരാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളും കൈയാളുന്ന ക്രിസ്തുവിനെ കണ്ടു. സ്തോത്രം. അത്യത്ഭുതങ്ങളുടെ ക്രിസ്തുവിനെ കണ്ടെത്തി. സഹോദരങ്ങളെ, എനിക്ക് നിർത്താൻ തോന്നുന്നില്ലല്ലോ, ഞാൻ പറയട്ടെ. നിങ്ങൾ ക്രിസ്തുവിനെ കാണണം, ക്രിസ്തുവിനെ നിങ്ങൾ അറിയണം, ക്രിസ്തുവിനെ നിങ്ങൾക്ക് അടുത്തറിയണം, ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കണം. സ്നേഹിക്കാൻ കൊള്ളാകുന്നവൻ, വിശ്വസിക്കാൻ കൊള്ളാകുന്നവൻ, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. സ്തോത്രം. വാക്ക് പറഞ്ഞാൽ അവൻ മാറുകയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? കർത്താവ് എന്തെങ്കിലും വാക്ക് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും മെസ്സേജസ് തന്നിട്ടുണ്ടോ? പേഴ്സണലായിട്ട് നിങ്ങളോട് കർത്താവ് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പേഴ്സണലായിട്ടുള്ള പ്രോമിസ് വല്ലതും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വ്യക്തിപരമായ വാഗ്ദത്തങ്ങൾ കിട്ടുക, വ്യക്തിപരമായ പ്രോമിസ് കിട്ടുക. ഹല്ലേലൂയ. വ്യക്തിപരമായ ഇൻറ്റിമേഷൻ കിട്ടുക, അത്രമായിട്ട് അടുത്തുള്ള ഇടപെടാനുള്ള കൃപത കിട്ടുക. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ അടുത്തറിയുക. ഇതെല്ലാം മായയല്ലേ? എല്ലാം മായയല്ലേ? നമ്മൾ പൂർവികന്മാർ കടന്നുപോയി, നാം ഒരു ദിവസം കടന്നു പോകും. എല്ലാം മായ. ഇന്ന് കാണുന്ന എല്ലാം മായ, ഒന്നും നിലനിൽക്കുന്നതല്ല. എന്നാലും നമ്മൾക്കതൊന്നും പറഞ്ഞാൽ ശരിയാണെന്നറിയാമെങ്കിലും ഒന്നും അതനുസരിച്ച് നാം പ്രതികരിക്കാറില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താറില്ല. എല്ലാം മായ, എല്ലാം. ആരുമില്ലെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഞാൻ ഏകാഗിയാണെന്നാണല്ലോ വിചാരിച്ചത്. പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിൽ വിരസനായി എൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുമെന്നാണല്ലോ ഞാൻ വിചാരിച്ചത്. ഇല്ല, എനിക്ക് യേശു ഉണ്ട്. യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. യേശു തേജോമയനായി ഇന്നും ജീവിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചാൽ യേശു എൻ്റെ വെളിപ്പുറത്ത് വരും. ഞാൻ യേശുവെ എന്ന് ഓർത്തപ്പോഴേക്ക് യേശു വന്നല്ലോ. എൻ്റെ യേശു എന്നെ കൈവിട്ടിട്ടില്ലല്ലോ. നീറോ ചക്രവർത്തിയെ ഉപദ്രവിച്ചാലും ഡൊമീഷ്യൻ ചക്രവർത്തി എന്നെ ആക്ഷേപിച്ചാലും കർത്താവേ, എനിക്ക് എൻ്റെ യേശു ഉണ്ടല്ലോ. എൻ്റെ പ്രിയ സഹോദരന്മാരായ മറ്റ് ശിഷ്യന്മാരെല്ലാവരെയും അവർ ഉപദ്രവിച്ചു, കൊന്നു. എനിക്ക് വാർദ്ധക്യം വരെയും ആയുസ് നീട്ടിത്തരുമെന്ന് കർത്താവ് വാഗ്ദത്തം തന്നിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കി തന്നല്ലോ. കർത്താവേ, നീ ജീവിക്കുന്നല്ലോ. ഞാൻ നിന്നെക്കുറിച്ച് ഓർത്തപ്പോഴേക്കും നിൻ്റെ അടുക്കലേക്ക് ഓടി വന്നല്ലോ. യേശുവേ, നീ എത്ര നല്ലവൻ. ഹല്ലേലൂയ. നീ എത്ര വല്ലഭൻ. ഹല്ലേലൂയ. നീ എത്ര സ്നേഹവാൻ, നീ എത്ര കാരുണ്യവാൻ. നീ കൃപയുടെ നിറവാണല്ലോ, കാരുണ്യക്കടലാണല്ലോ. കർത്താവേ, നീ എന്നെ ഭാഗ്യവാനാക്കി മാറ്റിയല്ലോ. ഞാൻ ആരുമില്ലെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ആളുണ്ടല്ലോ. എൻ്റെ യേശു എനിക്കുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉറയ്ക്കണം, യേശു കൂടെ ഉണ്ടായിരിക്കണം. യേശു കൂടെയുള്ള ജീവിതമാണ് ധന്യമായ ജീവിതം. യേശു കൂടെയുള്ള ജീവിതമാണ് അനുഗ്രഹീതമായ ജീവിതം. യേശു കൂടെ ഉണ്ടെങ്കിൽ പരീക്ഷാകളിലേക്ക് ചെല്ലുമ്പോൾ യേശു നിങ്ങളുടെ കൂടെ ഒപ്പം ഇരിക്കും. യേശു കൂടെ ഉണ്ടെങ്കിൽ പരീക്ഷകൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ കൈയോടുകൂടെ, നിങ്ങളുടെ ആ പേനയോടുകൂടെ യേശുവിൻ്റെ കരമുണ്ടായിരിക്കും. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ യേശുവിൻ്റെ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഓർമ്മശക്തി തെളിഞ്ഞു കിട്ടും. നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ആ ഓഫീസിൽ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടും. കർത്താവിന് സ്തോത്രം. നിങ്ങൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ജോലി സ്ഥലത്ത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് അത്ഭുതത്തോടെ കാണും. എല്ലാം അറേഞ്ച്ഡാണ്, എല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്, എല്ലാം ക്രിസ്തു ചെയ്യും. വിവാഹകാലം വരുമ്പോൾ അത് വേണമോ വേണ്ടയോ എന്ന് ക്രിസ്തു നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ളതായി കൃപ തരും. മക്കളില്ലാത്തവർക്ക് മക്കളെ തരും. സ്തോത്രം. എല്ലാം തരും. ഒപ്പം ഉപദ്രവങ്ങളും ഉണ്ടാകും, ആക്ഷേപങ്ങളും ഉണ്ടാകും, പരിഹാസം ഉണ്ടാകും. അങ്ങനെ പരിഹാസങ്ങളോടും ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് സ്നേഹിതന്മാരെ കിട്ടും, 100 മടങ്ങ് സഹോദരി സഹോദരന്മാരെ കിട്ടും, 100 മടങ്ങ് വീടുകളെ കിട്ടും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. നിങ്ങൾക്കിന്ന് യേശുവിനെ വേണോ? യേശുവിനെ സ്വീകരിക്കുമോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് മുട്ടുന്ന യേശുവിനെ നിങ്ങൾക്ക് വേണോ? ഹൃദയത്തിൻ്റെ വാതിക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കണമോ? മകനെ, നിൻ്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക. ഞാൻ ബലം പ്രയോഗിച്ച് തുറക്കുകയില്ല. നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അകത്താണ് സാക്ഷിയിട്ടിരിക്കുന്നത്. നീ സാക്ഷ്യം മാറ്റി തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് വരാം. മോളെ, നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തരുമോ? ഞാൻ അകത്ത് വരാം. നിൻ്റെ വിരസത മാറ്റാം, നിൻ്റെ ഏകാന്തത മാറ്റാം, നിൻ്റെ ദുഃഖം മാറ്റാം. ഞാൻ നിന്നെ നയിക്കാം, ഞാൻ നിന്നെ നടത്താം, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം.
നിത്യജീവൻ്റെ മനോഹരമായ സ്വർഗീയ തീരത്തേക്ക് ഇതിനെ അടുപ്പിക്കാം. സ്വർഗീയ തീരത്ത് ഞാൻ നിന്നെ കാത്തു നിൽക്കും. സ്വർഗീയ തീരത്ത് ബെയൂല നാട്ടിൽ യോർദാൻ്റെ മറുപുറം, യോർദാൻ്റെ അപ്പുറം ഞാൻ നിന്നെ സ്വീകരിപ്പാൻ എൻ്റെ ആണിപ്പാടുള്ള കരം രണ്ടും നീട്ടിക്കൊണ്ട് നിൽക്കും. നിൻ്റെ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് തരാൻ മനസ്സുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തു ഹൃദയവാതിൽക്കൽ മുട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അരികത്ത് യേശു കൊണ്ട് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? യേശു വന്നത് നിങ്ങളെ അനുഗ്രഹിക്കാനാണ്, നിങ്ങളെ ശപിക്കാനല്ല. യേശു നിങ്ങളെ കുറ്റം പറയാനല്ല. യേശു നിങ്ങളെ അനുഗ്രഹം തരാനാണ് വന്നത്. യേശു നിങ്ങളെ വീണ്ടെടുക്കാനാണ് വന്നത്. നിങ്ങൾ പോയിരിക്കുന്ന ആഴമുള്ള കുഴിയിൽ നിങ്ങളെ കരയേറ്റുവാനാണ് യേശു വന്നത്. നിങ്ങൾ വീണ്ടെടുക്കുന്ന ചേറ്റിൽ നിങ്ങളെ ഉയർത്താനാണ് യേശു വന്നിരിക്കുന്നത്. യേശു അരികത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ യേശുവിനായി ഹൃദയം തുറക്കുമോ? എങ്കിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. കർത്താവേ, നീ കടന്നു വരണമേ. നാഥ, നീ എഴുന്നള്ളി വരണമേ. എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥ, ഒന്നു മാത്രം ഞാൻ പറയാം. ഇനിമേൽ ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. കർത്താവെ, ഇനിമേൽ ഒരു പുതിയ ജീവിതം ഞാൻ നയിക്കും. ഇനിമേൽ പാപം തൊടാത്തൊരു ജീവിതം ഞാൻ നയിക്കും. ഇതുവരെ ജീവിച്ചതുപോലല്ല, ഒരു വിശുദ്ധനായി ഞാൻ ജീവിക്കും. യേശുവേ, ഇതുവരെ ജീവിച്ചതുപോലല്ല, ഒരു ശുദ്ധിമതിയായി ഞാൻ ജീവിക്കും. യേശുവേ, എൻ്റെ യേശുവേ, സ്വർഗീയനായി ഞാൻ ജീവിക്കും. ഭൂമിയിൽ ജീവിക്കുമ്പോഴും സ്വർഗത്തിൻ്റെ പൗരത്വമുള്ളവനായി ഞാൻ ജീവിക്കും. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. പ്രാർത്ഥിക്കുമോ? നിങ്ങളിപ്പോൾ ഈ സമയം നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് തുറന്നു കൊടുക്കുമോ? അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ ഇരുകരവും ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, ആണിപ്പുള്ള കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുത്തുകൊണ്ട് കർത്താവിനോട് പറയുക, കർത്താവേ, ഇന്നു മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടി. യേശുവേ, ഇനിമേൽ പഴയയാൾ ആയിരിക്കുകയില്ല. എൻ്റെ യേശുവേ, നീ ഹൃദയത്തിലേക്ക് വരണമേ. ഹൃദയത്തിൽ പ്രാർത്ഥിക്കൂ. ഇനിമേൽ പാപം ചെയ്യുകയില്ല എന്ന് ഒരു പുതിയ ജീവിതം നയിക്കുമെന്ന് തീരുമാനിക്കുന്നുവെങ്കിൽ ഇരുകരം ഉയർത്തിപ്പിടിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാം സ്വർഗീയ നിരൂപണങ്ങളാകിയ സ്തോത്രം. അവിടുത്തെ തീരുമാനമാകിയ സ്തോത്രം. ഇന്ന് വന്നവരോരോരുത്തരും അവിടെ നിന്ന് വിളിച്ചു വന്നവരാകിയ സ്തോത്രം. തീരുമാനമെടുത്തവരോരോരുത്തരും അവിടെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഒരു പുതിയ അനുഗ്രഹത്തിൻ്റെ ഉണർവിൻ്റെ സമൂഹം എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് സഭാഭേദം കൂടാതെ യേശുക്രിസ്തുവിന് സാക്ഷികളായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കുടുംബസമാധാനം നൽകണമേ. ബന്ധനം അഴിക്കണമേ. ഭൂതബാധകൾ മാറ്റണമേ. രോഗസൗഖ്യം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ എല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കരങ്ങളെ താഴ്ത്തിയിടുക.